ഹായ്, നമുക്ക് പൊറോട്ട വെച്ചിട്ട് നല്ലൊരു ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പി കണ്ടു നോക്കട്ടോ. നമ്മൾ സാധാരണ പരത്തിയെടുക്കുന്ന ചട്ടിപ്പത്തിരിനെക്കാട്ടും നല്ലൊരു ടേസ്റ്റാണ്, പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ പാനിൽ കുറച്ചൊരു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചൊരു അണ്ടിപ്പരിപ്പ് വറുത്ത് കോരട്ടോ. ഇതേ പാനിലേക്ക് തന്നെ ഒരു പഴുത്ത നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വലുതായതുകൊണ്ടാണ് ഒന്നെടുത്തത്, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കട്ടോ. ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കണേ. പിന്നെ ഒരു 5 മുട്ട എടുക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു 5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായൻ്റെ കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. പിന്നെ ഞാൻ എടുത്തത് 2 പൊറോട്ട ആണ് കേട്ടോ. ഇത് തലേന്ന് ദിവസത്തെ പൊറോട്ട ബാക്കി ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ എടുക്കട്ടോ. ഈ സോസ് പാനിൽ കുറച്ചൊരു നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മുട്ട മിക്സിൻ്റെ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഓരോ പൊറോട്ടയും കുറച്ചൊരു പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. ഇതിൻ്റെ മേലെ നമ്മൾ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടെ മുട്ട മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്ത പൊറോട്ടയും വെച്ച് കൊടുക്കട്ടോ. വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ വറുത്ത് വെച്ച കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും മേലെ ബാക്കി വന്ന മുട്ട മിക്സ് ഒഴിച്ച് കൊടുക്കട്ടോ. ഇതേപോലെ സൈഡിലൊക്കെ ആവത്തക്ക വിധത്തിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ. കുറച്ചൊരു നെയ്യ്, ഒരു ടീസ്പൂണോട് നെയ്യ് ഒന്ന് മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ഫ്ലെയിം കൺട്രോളർ അല്ലെങ്കിൽ പഴയ പാനോ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടോ. ഞാനൊരു 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ബാക്കി വന്ന കാഷ്യൂനട്ട് ഇങ്ങനെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ മുകൾ വശം നന്നായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വേറെ പാനിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അടിവശം നന്നായി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ലൊരു സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ പൊറോട്ടക്ക് ബാക്കി വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.